Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നല്ല ഇയർബഡിന്റെയാണ്. ഒരു 1000 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല ഇയർബഡ്. പക്ഷേ അത് നല്ലതാണോ അല്ലയോ എന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കുക. കാരണം കുറച്ച് ദിവസമായിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നല്ല വശങ്ങളും പോരായ്മകളും രണ്ടും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതാണോ, നിങ്ങൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നമുക്ക് ഇയർബഡിന്റെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കി തുടങ്ങാം. ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഇയർബഡിന്റെ വീഡിയോ ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് യൂസ് ചെയ്ത് വന്ന് ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡിലേക്ക് എത്തിയുള്ളൂ. അതിനൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. നോ പ്രോബ്ലം. ഇതിൻ്റെ രണ്ട് വശങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു വാറണ്ടി കാർഡ്, യൂസർ ഗൈഡ്, ടൈപ്പ് സി കേബിൾ, പിന്നെ നമ്മുടെ ചാർജിങ് കേസും ഇയർബഡും അടങ്ങുന്ന ബോക്സ് നമുക്ക് ഇതിങ്ങോട്ട് കയ്യിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മാറ്റ് ഫിനിഷൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി, ഒരു പ്രീമിയം, ഒരു 1000 രൂപയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട്. മാറ്റ് ഫിനിഷൊക്കെ ഉണ്ട്. LED ഇൻഡിക്കേറ്ററുകൾ കാണാം, മിവി ബ്രാൻഡിങ് കാണാം, താഴെ ടൈപ്പ് സി പോർട്ട് കാണാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇയർബഡ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണാം. ഇതാണ് രണ്ട് ഇയർബഡുകൾ. ഹാഫ് ഇൻ ഇയർ ആണ്. സത്യം പറഞ്ഞില്ല, എനിക്ക് മുഴുവനായിട്ട് ചെവിയുടെ അകത്ത് കയറിയിരിക്കുന്ന മറ്റേ ഒരു എക്സ്ട്രാ ഒരു ചെറിയ റബ്ബറൊക്കെ ആയിട്ട് വരുന്ന ആ ഉള്ളിൽ കയറിയിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നമുക്കറിയാം. ഇതും നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു ലുക്ക് കാണാം. മൈക്രോഫോൺ താഴെ ചാർജിങ്ങിൻ്റെ ഒരു ഏരിയയും മൈക്രോഫോണൊക്കെ കാണാം. വേറെയും മൈക്രോഫോൺ കാണാം. ടച്ച് ഏരിയ ഉണ്ട്, LED ഇൻഡിക്കേറ്റർ ഉണ്ട്. സോ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹാഫ് ഇൻ ഇയറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മാറ്റ് ഫിനിഷൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. സോ ഒരു പ്രീമിയം ലുക്ക് എന്ന് പറയാം തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അതായത് ഇത്തിരി വയർത്താലൊന്നും പെട്ടെന്ന് വെള്ളം കയറില്ല, സ്വെറ്റ് റെസിസ്റ്റൻ്റ് എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് ഇത്തിരി വയർപ്പൊക്കെ കൂടുതലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെയും വെള്ളം കയറി പെട്ടെന്ന് തെറിച്ചാലൊന്നും വെള്ളം കയറില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ കളർ നമ്മുടെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ച് ഉണ്ട്. സോ അപ്പോൾ അത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞാണേ. പിന്നെ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുമെന്നല്ലേ. എന്തായാലും ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ചെവിയിലേക്ക് വെക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. അതായത് ഇത് ഹാഫ് ഇൻ ഇയർ ആണ്, പക്ഷെ കംഫർട്ടബിൾ ആണ്. ഒരു ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ കംഫർട്ടിൻ്റെ ഭാഗത്ത് വേറെ ഇഷ്യൂസ് ഇല്ല. ഇനി ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത 1000 രൂപ റേഞ്ചിലെ ഒരു പ്രോഡക്റ്റാണ്. 1500 രൂപ കൊണ്ടാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് വരുന്നത്. ബട്ട് ഓഫറിൽ ഇതിപ്പോൾ 999 രൂപ, 999 റുപ്പീസിന് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കും. നാളെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഓഫറിൽ 1000 രൂപ റേഞ്ചിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട്. 999 തന്നെ കിട്ടുന്നുണ്ട്. സോ ആ ഓഫറിനൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സൗണ്ടാണ്. കാരണം ഇതിൽ നല്ലൊരു ബേസ് കൊടുത്തിട്ടുണ്ട് അവർ. 13mm ഡ്രൈവറാണ് വരുന്നത്. സോ നല്ല ബേസ് ഉള്ള ഒരു ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ഇയർഫോണാണിത്. ബാക്കിയുള്ള സൗണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്കുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മ്യൂസിക് എൻജോയ് ചെയ്യാൻ ഈ ഒരു ഇയർബഡ് കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഷുവറാണ് ഈ പ്രൈസിന്. പിന്നെ ഇതിൽ ഡുവൽ മൈക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോളിൻ്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ കേട്ട് നോക്കാം. അപ്പൊ ഈ കേൾക്കുന്നതാണ് മിവി ഡുവോപോഡിന്റെ മൈക്കിന്റെ ക്വാളിറ്റി. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന വ്യക്തി ഏകദേശം ഈ ഒരു ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലുമായിരിക്കും നമ്മുടെ സൗണ്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. സോ അത്യാവശ്യം കോൾ ചെയ്യാനും മറ്റൊക്കെ ഇതുകൊണ്ട് പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. പറ്റുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ പ്രൈസിൽ കിട്ടാവുന്ന ഇയർബഡിൽ ഇത്രയും ക്വാളിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 അവർ ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഇയർബഡ് തരുമെന്നാണ് പറയുന്നത്, ബോക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ. അതല്ലാത്ത പക്ഷം ഒരു 8 മണിക്കൂർ, 8.5 മണിക്കൂറൊക്കെ നമുക്കിതിൽ ഇയർബഡ് ഡയറക്റ്റ് ആയിട്ട് തരുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് ബാറ്ററി കഴിഞ്ഞ് ഓഫ് ആവുന്ന ഒരവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ അത് അറിയാൻ പറ്റുള്ളൂ. ഇതുവരെയായിട്ട് അങ്ങനെ വന്നില്ല. ഞാൻ ഉപയോഗിച്ചതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ എടുത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുവരെയായിട്ടും ഇതിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ലൈഫ്. കമ്പനി പറയുന്നത് 8 മണിക്കൂറാണ്. നിങ്ങൾക്ക് ഒരു 7 മണിക്കൂറൊക്കെ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. നല്ല ബാറ്ററി ലൈഫ് ഉള്ള ഇയർബഡ് ആണെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഓരോ ഇയർബഡിലും 40 mAh ബാറ്ററിയാണ് വരുന്നത്. ബോക്സിനകത്ത് 500 mAh ബാറ്ററി വരുന്നുണ്ട്. രണ്ടിൻ്റെയും ചാർജിങ് ടൈം 1 അവർ ആണ്. ഇത് ബഡുകൾ ചാർജ് ചെയ്യുകയാണെങ്കിലും ശരി, ബോക്സ് ചാർജ് ചെയ്യുകയാണെങ്കിലും ശരി, 1 അവർ വീതമാണ് ചാർജിങ് ടൈം വരുന്നത്. പിന്നെ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയാണ്. വളരെ നല്ല രീതിയിൽ റെസ്പോൺസീവായ കൺട്രോൾ സെറ്റപ്പും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ടാപ്പിലൂടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. ടാപ്പ് ആൻഡ് ഹോൾഡിലൂടെ കോൾ ഡിസ്കണക്ട് ചെയ്യാം. മ്യൂസിക് പ്ലേ പൗസ് ചെയ്യാനൊക്കെ ജസ്റ്റ് സിംഗിൾ ടാപ്പുകൾ മതി. ഡബിൾ ടാപ്പിലൂടെ നമുക്ക് നെക്സ്റ്റ്, പ്രീവിയസ്, ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വരെ ഇതുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോൾ ഒരെണ്ണം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കോൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്യുന്നതിലൂടെ കോൾ സ്വാപ്പ് ചെയ്ത് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന കോൾ അറ്റൻഡ് ചെയ്യാനും, പിന്നെ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്താൽ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ എടുക്കാനൊക്കെ ഇയർബഡിൽ നിന്ന് തന്നെ പറ്റും. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിലൂടെ ഈസി ആയിട്ട് പറ്റും. സോ ഫുൾ കൺട്രോൾ നിങ്ങൾക്ക് ഇയർബഡിൽ കിട്ടും. സോ ഒരു നല്ല കൺട്രോൾ സംവിധാനം ഇതിനകത്തുണ്ട്.
ഇനി ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നോക്കിയാൽ ബ്ലൂടൂത്ത് 5.1 ആണ്. ഇഷ്യൂസ് ഒന്നുമില്ല, നീറ്റായിട്ട് കണക്ട് ആയിരിക്കുന്നുണ്ട്. ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഫോണിലേക്ക് നൈസായിട്ട് കണക്ട് ആവുന്നു. റേഞ്ചിലൊന്നും വേറെ ഡിസ്കണക്ഷനോ ഇഷ്യൂസോ ഒന്നും തന്നെ വരുന്നില്ല, പക്ക കണ്ടീഷനാണ്. ലേറ്റൻസി സെറ്റപ്പ്, അതായത് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അതിനുള്ള ഒരു സംഭവങ്ങൾ ലോ ലേറ്റൻസി സെറ്റപ്പ് ഒന്നും ഇതിനകത്ത് ഇല്ല. അതായത് ചില മോഡ് വരുമല്ലോ, ഗെയിമിംഗ് മോഡ്, അങ്ങനത്തെ സംഗതി ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ വാറണ്ടി 1 ഇയർ വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ മെയിൽ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മിവി ബോക്സ് വാങ്ങിക്കുമ്പോൾ, ഈ ഒരു ഇയർബഡ് വാങ്ങിക്കുമ്പോൾ അതിലവരുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വാറണ്ടി നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി വഴി ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാം, ഒരു ഇഷ്യൂസും ഇല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ലാബിൽ ഒട്ടിച്ച് വെക്കുന്ന പരിപാടിയല്ല. ക്ലിയർ ആയിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ് മിവിയുടെ ഈ ഇയർബഡുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകളോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, എപ്പോഴും ഈ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാം. കാരണം ഈ ഒരു പ്രൈസിന് ഇതൊരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അവരുടെ വാറണ്ടിയും കാര്യങ്ങളും അവർ ഷുവർ പറയുമ്പോൾ, ഇതിനു മുമ്പ് വന്ന മിവി പ്രോഡക്റ്റുകളായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് തന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ പ്രൈസിന് ഇത് വർത്തമാണ്, വെറുതെ ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അവർ തരുന്നുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 1499 രൂപയാണ്. ഓഫറിൽ ഇത് 999 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ചിലപ്പോൾ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫൈനലി ഓവറോൾ ഈ പ്രൈസിന് ഇത് വർത്തായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനോടകം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.